CSM ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട 4R പ്രിൻസിപ്പളിനെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് 4R പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ R എന്ന് പറയുന്നത് റീപ്ലേസ് ആണ്. അപ്പോൾ എന്താണ് റീപ്ലേസ്? റീപ്ലേസ് നമുക്കറിയാം, CSM ബിസിനസ്സിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും, ഗ്രോസറി, മൈദ ഒഴിച്ച് ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ വെൽനസ് പ്രൊഡക്റ്റുകൾ, ക്ലീനിങ് പ്രൊഡക്ട്സുകൾ, കോസ്മെറ്റിക്സ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്ന മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഒഴിവാക്കുക. അതിന് പകരം CSMൻ്റെ പ്രൊഡക്റ്റുകൾ റീപ്ലേസ് ചെയ്യാം. ഉദാഹരണത്തിന് പുട്ടുപൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി, വെളിച്ചെണ്ണ, അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ CSMൻ്റെ പ്രൊഡക്റ്റുകളാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് റീപ്ലേസ് ചെയ്യാം, മറ്റുള്ള ബ്രാൻഡുകളെ റീപ്ലേസ് ചെയ്ത് CSMൻ്റെ പ്രൊഡക്റ്റുകളാണെന്ന് ഉറപ്പുവരുത്തുക. അതാണ് റീപ്ലേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആണ് റീറ്റെയിൽ ഷെയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് റീറ്റെയിൽ ഷെയറിംഗ്? നമുക്ക് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില പ്രൊഡക്റ്റുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നമുക്കത് MRPക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ DP റേറ്റിന് വാങ്ങുന്നു, MRP റേറ്റിന് കൊടുക്കുന്നു. അതാണ് റീറ്റെയിൽ ഷെയറിംഗ് എന്ന രീതിയിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ വെൽനസ് പ്രൊഡക്റ്റുകളാവാം, ചിലപ്പോൾ ഗ്രോസറി ആവാം, ചിലപ്പോൾ ക്ലീനിങ് പ്രൊഡക്ട്സുകളാവാം. DP റേറ്റിൽ നിന്നും നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ നിന്നും വാങ്ങുന്നു, അത് MRP റേറ്റിന് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മൾ കൊടുക്കുന്നു. അതാണ് റീറ്റെയിൽ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആണ് റിക്രൂട്ട് എന്ന് പറയുന്നത്. റിക്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവരെ ഈ ബിസിനസ്സിലേക്ക് നമ്മോടൊപ്പം കൂട്ടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിക്രൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നുള്ളതാണ്. അവിടെ റിക്രൂട്ടിൽ നമ്മൾ ചില കഴിവുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഫൈൻഡിങ് പ്രോസ്പെക്ട്സ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാ വ്യക്തികളെയും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എന്നാൽ ചില ആളുകൾക്ക് വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ലിസ്റ്റ് ഇടുന്നു. നമ്മുടെ ഫോണിൽ നിന്ന് നോക്കി ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ BOPയിലേക്ക്. അത് ആഴ്ചത്തോറും നടക്കുന്ന BOP ഉണ്ടാവാം, ഓൺലൈനിൽ നടക്കുന്ന BOP ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് സംഘടിപ്പിച്ച് അവിടേക്കും ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുശേഷം പ്രസൻറ്റ് ചെയ്യുന്നു. അത് നിങ്ങളാവാം, അല്ലെങ്കിൽ ഇതിൽ അപ്ലൈൻ എക്സ്പീരിയൻസിലുള്ള വ്യക്തികളാവാം. അത് പ്രസൻറ്റ് ചെയ്യുന്നു. എന്താണ് കമ്പനി, എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ, എങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടുക എന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അവർ അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടുകയോ ചെയ്ത് നമ്മുടെ കേട്ട പ്രൊജക്റ്റ് എങ്ങനെയുണ്ട്, ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചോദിക്കണം എന്നുള്ളതാണ്. ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചിലപ്പോൾ പല തവണകളായിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു, അടുത്തൊരു ആഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് 10 മണിക്ക് മുൻപ് ഞാൻ വിളിക്കാം, ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഫോളോ അപ്പ്, നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ ആയിട്ട് വരുന്നത് ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഫോളോ അപ്പിൽ അവർ യെസ് പറയുകയാണെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് അവരെ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഗെറ്റിംഗ് പീപ്പിൾ സ്റ്റാർട്ടഡ്, അവരെയും ഇത് പഠിപ്പിക്കുന്നു. അവരുടെ ബന്ധുക്കളെയോ അവരുടെ ഫ്രണ്ട്സിനെയോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും അവരെ സ്റ്റാർട്ട് ചെയ്യാനും നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് പ്രൊമോട്ടിംഗ് ഈവൻറ്റ്സ് ആണ്. കമ്പനിയുടെ പ്രോഗ്രാംസ്, ടീമിൻ്റെ പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ഒന്നിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതിനുശേഷം ഇവിടെ നാലാമത്തെ പ്രിൻസിപ്പിളാണ് റീചാർജ് എന്ന് പറയുന്നത്. എന്താണ് റീചാർജ്? തീർച്ചയായിട്ടും നമ്മൾ സെയിൽസ് എന്ന് പറയുന്ന ബിസിനസ്സിലാണ്. തീർച്ചയായിട്ടും ഇതിലൊരു കയറ്റം ഉണ്ടാവാം, ഇറക്കം ഉണ്ടാവാം. ചില സമയത്ത് നമുക്ക് വേണ്ടത്ര ബിസിനസ് കിട്ടിയില്ല എന്ന് വരാം, വേണ്ടത്ര ആളുകളെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വരാം. ആ സമയത്തൊക്കെ നമ്മൾ ചില സമയത്ത് ഡൗൺ ആവാനായിട്ട് സാധ്യതയുണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? അറ്റൻഡ് മീറ്റിംഗ് ആൻഡ് പ്രോഗ്രാംസ്. കമ്പനിയുടെ മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുക, പ്രോഗ്രാംസുകൾ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുക.
അത് ചെയ്യുന്നതോടുകൂടി നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇത്രയും പോയിന്റുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് നമുക്ക് വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. താങ്ക് യു.